إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 81-82 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല വാങ്ങിയ സന്ദർഭം മീതാഖൻ നബിയന, നബിമാരോട് ഉറപ്പ് വാങ്ങിയ സന്ദർഭം എന്ന് പറഞ്ഞാൽ കരാർ വാങ്ങിയ സന്ദർഭം. എന്താണ് ആ കരാർ? ലമാ ആതൈതുകും, നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ മിൻ കിതാബിൻ, ഗ്രന്ഥത്തിൽ നിന്നും, വഹിക്മത്തിൻ, വിജ്ഞാനത്തിൽ നിന്നും, പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രവാചകൻ വരികയും ചെയ്ത സന്ദർഭം. മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിയും കൊണ്ട്, ലതുമിനുന്നബി, അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്നും, വതൻസുറുന്നഹു, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു കരാർ ആ നബിമാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല വാങ്ങിയ സന്ദർഭം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈസാ ഇബ്നു മറിയമിന് ശേഷം ഒരുപാട്, ഏകദേശം 500ഓളം വർഷക്കാലത്തിന് ശേഷം ആ മദീനത്ത് വന്നപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവരുടെ അവസ്ഥയാണ് അവരോട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്നത്. എന്താണ്? നിങ്ങളുടെ നബിമാരോട് ഒരു കരാർ വാങ്ങിയിരുന്നു. നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ പ്രവാചകത്വവും ലഭിച്ചതിന് ശേഷം, ഇതിന് ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കരാറുണ്ട്. ആ കരാർ നിങ്ങളുടെ നബിമാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു തആല വാങ്ങിയതാണ്. അതിനെയാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അഖറർതും, നിങ്ങൾ സമ്മതിച്ചില്ലയോ, വഅഖദതും, നിങ്ങൾ എടുത്തില്ലയോ, അനാദാലികും മിസ്രി, എന്റെ ഭാരം എന്ന് പറഞ്ഞാൽ എന്നോടുള്ള കരാർ നിങ്ങൾ എടുത്തില്ലയോ. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫശ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, വഅന മഅകും, നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്, മിനശ്ശാഹിദീൻ, സാക്ഷ്യം വഹിക്കുന്നവരിൽ ഞാനുമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്, ഫമൻ തവല്ല, ഇനി ആരെങ്കിലും അതിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ, ആ കരാറിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ, ബഅദാലിക, അതിനുശേഷം, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ത്വദ്യവാസികൾ എന്നാണ് അല്ലാഹു പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു പ്രവാചകന് ശേഷം അടുത്ത പ്രവാചകൻ വരികയാണെങ്കിൽ ആ പ്രവാചകനിൽ വിശ്വസിക്കൽ നിർബന്ധമാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൂസ നബി നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മൂസ നബിക്ക് എന്റെ ശരീഅത്ത് തുടരുകയല്ലാതെ മാർഗമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രസ്താവിച്ചതായി ഹദീസിൽ കാണുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.